അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഴമ്പിലും താടിയിലും ഒന്നും ഒരു കാര്യമില്ല. നിസ്കാര തഴമ്പിലും താടിയിലും ഹജ്ജ് ചെയ്തു, ഖുർആൻ പഠിച്ചു, ആഫിൽ ആലിം, അതിലൊന്നും ഒരു കാര്യമില്ല. ഒരു മനുഷ്യന് യഥാർത്ഥ വിജയിയാകുന്നത് അവന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറയാൻ നിന്റെ നാവ് പൊങ്ങി നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരണമുണ്ട്. പക്ഷെ നമുക്കങ്ങോട്ട് തിരിയണില്ല. വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുവച്ചു, ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുവച്ചു, ചെറിയ കുട്ടികളുടെ ജനാസ കൊണ്ട് കബറടക്കി, എത്ര കണ്ടാലും കൊണ്ടാലും നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്നത്തെ വയല് മരണത്തിന് വേണ്ടി ഒരുങ്ങാനുള്ളതാ. അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കെ അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരുങ്ങിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട, ഒരുങ്ങിക്കൂടെ? ഉറച്ചൊരു തീരുമാനം. കാരണം ഇവിടുന്ന് വീടെത്തിയില്ലെങ്കിലോ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നേരെ ഇരിക്ക്. നല്ല മരണം വേണമെന്നുള്ളവരൊന്ന് കൈപൊക്കിക്കേ. നല്ല മരണം. എന്റെ വാപ്പ പൊക്കാൻ വയ്യേ? പൊക്കിക്കോ. ഇന്ന് അവസാന രാത്രിയാ. നാളെ ഇതേ സമയത്ത് ഇവിടുത്തെ പള്ളിക്കാട്ടില്ല. അള്ളാഹു നല്ല യാത്ര തരുമാറാകട്ടെ. ഇതപ്പോ ആമീൻ പറയാ ഒരു മടി. അള്ളാഹു നല്ല യാത്ര തരുമാറാകട്ടെ. നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ചില VVIPകളുണ്ട്. VIP അല്ല, ചില VVIPകളുണ്ട്. അവരുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂൽ